ഹായ്. Hello guys, welcome to Susia Creations. കൊടൈക്കനാലിൽ അങ്ങനെ ദേ പുതിയ പ്രഭാതം. ഈ പ്രഭാതത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്ന് സോൺചേൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആദ്യം തന്നെ വിഷ് ചെയ്തത് നമ്മുടെ സിയക്കുട്ടിയാണ്. സിയക്കുട്ടി ഒരു സമ്മാനം സർപ്രൈസായിട്ട് കൊടുത്തു. അവൾ എന്നെ പോലും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ എപ്പോഴാണ് ഇത് വാങ്ങിച്ചതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാനും ഒരു സമ്മാനം കൊടുത്തു. ഞാൻ സമ്മാനം വാങ്ങിക്കുമ്പോൾ സിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്കറിയാമായിരുന്നു. സിയക്കുട്ടി കൊടുത്തത് എന്താണെന്ന് ആകാംക്ഷയോടെ തുറന്നു നോക്കിയപ്പോൾ സ്പ്രേകളാണ്. സോൺചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ. അപ്പോൾ അത് തുറന്ന് പപ്പിയും മോളും കൂടി പരസ്പരം സ്പ്രേ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പോയത് അമ്മച്ചിമാരുടെ അനിയത്തിമാർ താമസിക്കുന്ന റൂമിലാണ്. അവർ തലേദിവസം വന്നതല്ലേ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കുഴപ്പം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവരൊക്കെ നല്ല ഓക്കെയാണ്. പിന്നെ ഇന്ന് സോൺചേട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ റിസോർട്ടുകാരുടെ അനുവാദത്തോട് കൂടിയിട്ട് ഞാൻ 2 പൂ പറിച്ചോട്ടെ എന്ന് ചോദിച്ചു. അവർ പറിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ പൂവൊക്കെ പറിച്ചു. സിയക്കുട്ടി ഇതേ അവിടുത്തെ സ്ഥലത്തിരുന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ടോ. പിന്നെ ഈ സ്ഥലത്താണ് തലേന്ന് രാത്രി ക്യാമ്പ് ഫയർ നടന്നത്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. ഞങ്ങൾ ഉച്ചക്കലേക്ക് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഉച്ചക്കലത്തെ ഫുഡ് വളരെ മോശമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാത്രി ഇവിടുന്ന് കഴിച്ചില്ല. കൊടൈക്കനാൽ സെൻറ്ററിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എല്ലാവരും വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ 2 ടീമുകളും റീൽസ് എടുത്തിട്ടോ. അത് നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ താമസിച്ച റിസോർട്ട് ചെറി ബ്ലോസം ഹോം സ്റ്റേയുടെ റെസ്റ്റോറൻറ്റ് മുകളിലാണ് കേട്ടോ. അത്യാവശ്യം കയറാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇത് ഇറങ്ങി അവിടെയും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന്. ഇനി സോണിച്ചേൻ്റെ ബർത്ത്ഡേ ആഘോഷമാണ് കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ നടത്തി. തലേദിവസം രാത്രി ഒരുപാട് ചുറ്റി കറങ്ങിയിട്ടാണ് ഒരു ഫ്രഷ് കേക്ക് നമുക്ക് മുറിക്കാനായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് സോണിച്ചേൻ്റെ ബർത്ത്ഡേ ആഘോഷം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കേക്ക് വെച്ച് കൊടുത്തത് അമ്മച്ചിയുടെ അനിയത്തി ഡേയ്സിച്ചിക്കാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും കേക്കും പിസ്സ ബോളൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്കിനി ബർത്ത്ഡേ ആഘോഷം കാണാം. നമ്മുടെ റിസോർട്ടിലെ സ്റ്റേ അവസാനിച്ചു കേട്ടോ. ഒരു 10:30 ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. പിന്നെ അതേ നമ്മുടെ 2ാം ദിവസത്തെ നമ്മളുടെ ടൂറ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആലീസ് ആൻറ്റിയാണ് പ്രയർ സോങ് പാടിയത്. പിള്ളേരൊക്കെ നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ് ഗുണ കേവ് കാണാം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്. അങ്ങനെ കൊടൈക്കനാൽ സെൻറ്ററിൽ ഞങ്ങളൊരു പള്ളി കണ്ടു കേട്ടോ, CSI പള്ളി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നിറയെ സ്റ്റോണൊക്കെയാണ്. പുറം അതിൻ്റെ ഭിത്തി സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളിൽ രൂപങ്ങളൊന്നുമില്ല. ആൾത്താരമേ കുറച്ച് ഫ്രഷ് ഫ്ലവർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും പോലീസ് പെട്ടെന്ന് വിസിലടിച്ചു, അവിടെ വണ്ടി പാർക്കിംഗ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി കയറിയിട്ടോ. അടുത്തത് ഞങ്ങൾ കൊടൈക്കനാലിലെ ഗവൺമെൻറ് റോസ് ഗാർഡൻ കാണാനാണ് പോയത്. അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു. ചെല്ലുമ്പോൾ തന്നെ നിറയെ സെക്കുലൻസ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റോസ് ഗാർഡനിലെ വിശേഷങ്ങൾ കാണാം.
റോസ് ഗാർഡൻ കണ്ടതിന് ശേഷം ഞങ്ങൾ പൈൻ ഫോറസ്റ്റും ഗുണ കേവൊക്കെ കാണാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പോവുകയാണ് കേട്ടോ. കൊടൈക്കനാൽ ചെന്നിട്ട് ഇതുവരെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഗുണ കേവിലേക്ക് പോകാൻ വേണ്ടി നമ്മളെപ്പോൾ വണ്ടിയിൽ കയറിയതാണെന്നറിയാമോ, ഭയങ്കര ബ്ലോക്കാണ്. പൈൻ ഫോറസ്റ്റിലെയും ഗുണ കേവിലെയും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.